ഇന്ന് നല്ലൊരു കിടുക്കാച്ചി അച്ചാർ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതെന്താണ് സാധനം എന്ന് മനസ്സിലായോ? ഇതാണ് നമ്മൾ ഇരുമ്പാമ്പുളി ഉണക്കിയെടുത്തതാണ്. അപ്പം ഇത് വെച്ചിട്ട് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ? അതിനായിട്ട് ഇതൊരു ചട്ടി ചൂടാക്കാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കടുക് പൊട്ടിച്ച് ഇതിനുള്ള ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു 2 ഉണ്ട വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കരയാണ്. അത് പൊടിച്ചിട്ടോ അതുപോലെ ചെറിയ കഷ്ണങ്ങളായി ചതച്ചിട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമുളകൊന്ന് മാറുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് സുറുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ചിരുന്ന സമയത്ത് നമുക്ക് ഈ ഇരുമ്പാമ്പുളി ഉണക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് വേവിച്ചെടുത്താൽ നമ്മൾ അച്ചാർ